മലക്കുകൾ വരിക എന്നുള്ളതിനെ പറ്റി എന്താണ്? ഒമ ഇത്തിയാനുൽ മലായിക്കാഹുന ഫഹുമാന നുസൂലിഹിം. മലക്കുകളുടെ ഇത്തിയാൻ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ നുസൂൽ എന്നർത്ഥമാണ്. അള്ളാഹ് പറഞ്ഞു സൂറത്തുൽ ഫുർഖാൻ 25 വയൗമ തശഖഖു അസ്സമാഉ ബിൽ ഗമാം വനുസ്സിലൽ മലായികതു തൻസീല. അപ്പൊ സമാഹ് ഗമാവുമായിട്ട് വന്ന് പിളരുന്നു. മേഘവുമായി മേഘം വന്നുകൊണ്ട് സമാഹ് പിളരുന്നു, അല്ലെങ്കിൽ ഗമാം കൊണ്ട് ആകാശത്തെ പിളർക്കുന്നു. മലക്കുകൾ പ്രത്യേകമായ രീതിയിൽ ഇറക്കപ്പെടുകയും ചെയ്യുന്നു. നുസ്സിലൽ മലായികതു തൻസീല. മലക്കുകൾ സ്വയം ഇറങ്ങുകയല്ല, നുസ്സില ഇറക്കപ്പെടുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ വ്യവസ്ഥയും അള്ളാഹുന്റെ കണക്കും അള്ളാഹുന്റെ ഒരു നിർദ്ദേശവും ഒക്കെ അതിൽ കൃത്യമായിട്ടുണ്ട് അർത്ഥം. ആ നിലക്കുള്ള ഇറക്കമാണ്. അയ്യോ മലായികത്തിൽ മുവക്കല ബികുല്ലിമാ ഖദാഹുല്ലാഹു യൗമൈദിൻ. എന്തൊക്കെയാണോ അള്ളാഹു എന്ന് മലക്കുകൾ ഏൽപ്പിച്ചു കൊടുത്തത്, ആ ഏൽപ്പിക്കപ്പെട്ട ആ കാര്യങ്ങളുമായിട്ട് ആ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെല്ലാം വരും. പിന്നെ വഖുളിയൽ അംർ എന്ന് പറഞ്ഞാൽ ജുംല ഹാലിയ, അപ്പോഴേക്ക് കാര്യങ്ങളെല്ലാം തീരുമാനമായിട്ടുണ്ടാവും എന്നാണ്. ഹാലിയ ജുംലയാണ്, വാവ് ഹാലിയത്താണ്. ഐ കൈഫൻ തുകറൂൻ ഓയറതാലിക്ക്. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അർത്ഥം എന്താ? ഇതല്ലാത്ത മറ്റെന്താണ് ഈ നിഷേധികൾക്ക് കാത്തിരിക്കാനുള്ളത്? വഹിയ അംറു ഖലാ ഇല്ലാഹി, വഹിയ അംറു ഖലാ ഇല്ലാഹി വ അംറുൻ ഖലാഹുല്ലാഹു, സോറി ഖലാഹുല്ലാഹു വ അബ്റമു. മസ്തറല്ല, മാദിയാണ്. വഹിയ അംറുൻ ഖലാഹുല്ലാഹു വ അബ്റമു. അല്ലാഹു തആല തീരുമാനിച്ചതും അബ്റമ എന്ന് പറഞ്ഞ ശക്തമായി പിന്നെ തകരാറില്ലാത്ത വിധം ഭദ്രമായി നടപ്പാക്കിയത് ആയിട്ടുള്ള കാര്യമാണ്. ഫല മഫറമിൻ. അതുകൊണ്ട് തന്നെ അതിന് ആർക്കും വഴി രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല, ഒരു സ്ഥലമല്ല. ഇലല്ലാഹി തുർജഉൽ ഉമൂർ. കാര്യങ്ങളെല്ലാം മടക്കപ്പെടുക അള്ളാഹുവിലേക്ക് തന്നെയായിരിക്കും. ഇലല്ലാഹി എന്നുള്ളത് മുൻകൂട്ടി കൊണ്ടുവരുമ്പോൾ അവിടെ ഹസറിന്റെ അർത്ഥം വരിക. ഇയ്യാക നഅ്ബുദു പോലെയാണ്. തുർജഉൽ ഉമൂർ ഇലല്ലാഹ് എന്ന് പറയുമ്പോൾ സ്വാഭാവിക അർത്ഥമുള്ളൂ, ഓർഡിനറിയാണ്. അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ മടക്കപ്പെടും. ഇലല്ലാഹിന് ആദ്യം കൊണ്ടുവരുമ്പോൾ എന്തായി? അള്ളാഹുവിലേക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവസാനം മടങ്ങിയെത്തുക എന്നാണ്. അപ്പോ ഓരോ സംഗതിക്കും അള്ളാഹു നിശ്ചയിച്ച സ്ഥാനത്ത് അതാത് സംഗതികൾ അള്ളാഹു വെക്കും. ഫഹുവൽ അവ്വൽ മിൻഹു ബദഅത്തിൽ അഷ്യാ. അള്ളാഹുവാണ് അൽ അവ്വൽ. സൂറത്തുൽ ഖുർആനിൽ അൽ അവ്വൽ, അൽ ആഖിർ, അൽ ലാഹിർ, അൽ ബാത്തിൻ, ഈ 4 സിഫത്തുകൾ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അതിന് തഫ്സീറായിട്ട് പലരും പറയാറുള്ളത് ഹുവൽ അവ്വൽ ലൈസ ഖബ്ലഹു ഷൈഉൻ, വഹുവൽ ആഖിർ ലൈസ ബഅദഹു ഷൈഉൻ, വഹുവൽ ലാഹിർ ലൈസ ഫൗഖഹു ഷൈഉൻ, വഹുവൽ ബാത്തിൻ ലൈസ ദൂനഹു ഷൈഉൻ എന്ന രീതിയിലാണ്. അപ്പൊ ഏറ്റവും അൽ അവ്വൽ അള്ളാഹുവാണ്. അവനിൽ നിന്നാണ് എല്ലാം തുടക്കം കുറിച്ചത്. സൃഷ്ടിപ്പിന്റെ എല്ലാ ആരംഭം അവനിൽ നിന്നാണ്. വഹുവൽ ആഖിർ വഇലൈഹി തർജിഉ വതസീർ. ഏറ്റവും ആഖിറും അള്ളാഹുവാണ്. അതുകൊണ്ടെല്ലാം അള്ളാഹുവിലേക്കാണ് എത്തിച്ചേരാൻ, മടങ്ങാനുള്ളത്. വഹുവ ബികുല്ലി ഷൈഇൻ മുഹീത്. സകല കാര്യങ്ങളെയും കുറിച്ച് വിശാലമായ അറിവുള്ളവൻ, എല്ലാത്തിനെയും വലയം ചെയ്തുകൊണ്ടുള്ള രീതിയിൽ നിലനിൽക്കുന്നവൻ അള്ളാഹുവാണ്. സൂറത്തുൽ റഹ്മാനിൽ ആയത്ത് ഉദ്ധരിക്കുകയാണ്, യാ മാശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അവിടെ ലാ തൻഫുദൂന എന്നുള്ള നൂന് ടൈറ്റിൽ ഇവിടെ കാണുന്നില്ല, സ്ഥാനത്തൊരു അലിഫാണുള്ളത്. നമുക്കറിയാലോ, ലാ തൻഫുദൂന എന്നാണ്. സൂറത്തുർ റഹ്മാൻ 34. അപ്പം ജിന്ന് മനുഷ്യ വർഗങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് ഉള്ള ആകാശ ഭൂലോകങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. എന്നാൽ ഒരു സുൽത്താൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. ഒരു പവർ അതിന് വേണം. ആ പവർ നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അപ്പുറത്ത് പോവുക എന്നുള്ളത് പിന്നെ ലോക മനുഷ്യന് മുമ്പിൽ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു കൂട്ടരും നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് തള്ളി പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ സൃഷ്ടികൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള എല്ലാ നിളാമും മഖ്ലിയാണ്, എന്നുവെച്ചാൽ തീരുമാനമാക്കപ്പെട്ടതാണ്. ഒരു തരത്തിലുള്ള മാറ്റമില്ലാത്ത വിധം അള്ളാഹു ഖലാ ആക്കിയതാണ്, മഖ്ലിയാണ്. ലാ യദുല്ലു വാളിഹു വലാ യൻസാ. അത് ഉണ്ടാക്കി അള്ളാഹുവിന് പിഴവില്ല, മറവിയില്ല. പിഴവുമില്ല, മറവിയില്ല, പിഴക്കില്ല, മറക്കില്ല. അങ്ങനെ തികച്ചും കൃത്യമായി വ്യവസ്ഥാപിതമായി
അള്ളാഹ് പറഞ്ഞ പോലെ നിശ്ചയിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യും. പിന്നെ തിരുത്തേണ്ടത് ആരാ? പാലാമൻ ജല്ലാൻ സിറാത്തി, അള്ളാഹു നിശ്ചയിച്ച വഴിയിൽ നിന്ന് സ്ലിപ്പായി പോയിട്ടുള്ള, തെറ്റിപ്പോയിട്ടുള്ള ആളുടെ ബാധ്യതയാണ്. ഫതബ ഖുത്വാത്തി ശൈത്താൻ, അങ്ങനെ ശൈത്താന്റെ കാൽപ്പാടുകളെ പിൻപറ്റിപ്പോയ ആളുടെ ബാധ്യതയാണ് അൻ യുബാദിറ ബിത്തൗബ, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക, റജുഅൽ ഹഖ്, സത്യത്തിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഖബ്ല അൻ യഹീഖ ബിഹി ജലലു, ഖബ്ല അൻ യഹീഖ ബിഹി ജലലു, അവിടെ ജലലിഹി എന്നൊക്കെ ഹർക്കത്തൊക്കെ ഇട്ട് കാണുന്നുണ്ട്, അത് ശരിയല്ല. യഹീഖ ബിഹി ജലലു, അവന്റെ ആ സ്ലിപ്പറി, അവന്റെ വീഴ്ച അവനെ വലയം ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതിന്റെ മുമ്പായിട്ട് അവൻ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. വയുസ്സിലഹു അമലു, അവന്റെ അമല അവനെ തകർക്കുന്നതിന് മുമ്പായിട്ട്. വഖബ്ലൻ തഖൂമ ഖിയാമത്തുഹു ഔ ഖിയാമത്തുൻ നാസ് അജ്മഈൻ, അവന്റെ ഖിയാമത്ത് വെച്ചാൽ അവന്റെ മരണം, അല്ലെങ്കിൽ ലോകത്തുള്ള മൊത്തം മനുഷ്യരുടെയും ഖിയാമത്ത്, ലോകത്തിന്റെ അന്ത്യം, ഇത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് തൗബ വേണം. അപ്പൊ രണ്ടായാലും തൗബക്ക് പിന്നെ അവസരമില്ല. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കില്ല. അവനവന്റെ റൂഹ് എന്താ പറയാ തൊണ്ടൻകുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കില്ല എന്നുണ്ട്. അപ്പൊ ഓരോന്നിനും ടൈമുണ്ട്. ആ ഇൻ ടൈം ചെയ്യുന്ന വർക്കിന് മാത്രമേ പരിഗണനയുള്ളൂ. തൗബയും അതേപോലെ. അങ്ങനെ വരുമ്പോൾ അവന്റെ ആ വീഴ്ചക്ക് അതിനനുസരിച്ചുള്ള ജസ അവന് കിട്ടും. അതാണ് വക്കുല്ലും ബിമാ കസബ റഹീൻ എന്ന് സൂറത്ത് തൂറിൽ 21 പറഞ്ഞത്. അവനവന്റെ സമ്പാദ്യത്തിന്റെ പണയത്തിലായിരിക്കും സകല മനുഷ്യരും. എന്താണോ അവൻ നേടിയത്, ആ നേടിയതിന്റെ പണയത്തിലാണ്, റഹീനായിരിക്കും ഓരോരുത്തരും. എന്നിട്ട് റഷീദുള്ള പറയുന്നൊരു കാര്യം, ഈ തൗബ ചെയ്യാൻ ഇന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അജിദർ, അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആർക്കാന്ന് വെച്ചാൽ ഉലമാ ഉൽ ഉമ്മ അല്ലെങ്കിൽ അബ്സലൂഹാ ബിഖിലാഫിഹിം വതഫറുഖിഹിം, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണ്. ഈ ഉമ്മത്തിനെ ആ കൂടി തങ്ങളുടെ ഭിന്നിപ്പ് കൊണ്ട്, ഖിലാഫ് കൊണ്ട് ആ കൂടി തകർത്തെറിഞ്ഞ പണ്ഡിതന്മാരാണ്, നാശത്തിലാക്കിയ പണ്ഡിതന്മാരാണ് ഈ തൗബ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഫാലിഹിമൻ യുഹക്കിമു കിതാബുല്ലാഹ് വസുന്നത റസൂലി, അള്ളാഹുവിന്റെ കിതാബിനെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും തങ്ങളുടെ പ്രശ്നങ്ങളിൽ വിധിതീർപ്പ് കൽപ്പിക്കാനുള്ള സ്ഥാനത്ത് വെക്കല് അവരുടെ ബാധ്യതയാണ്. ഫീമാ ഷജറ ബൈനഹും, അവർക്കിടയിൽ ഭിന്നത ഉണ്ടായ സകല വിഷയങ്ങളിലും. അതെങ്ങനെ വേണം? മിൻ ഗൈരി തഅസ്സുബിൻ, ഒരു പക്ഷപാതിത്വം ഇല്ലാതെ അവരെ ചെയ്യണം. വയസല്ലിമു തസ്ലീമ, അള്ളാഹുവിന്റെ കൽപ്പനക്ക്, റസൂലിന്റെ കൽപ്പനക്ക് പൂർണ്ണമായും അവർ വിധേയരാവണം. പൂർണ്ണമായും വിധേയത്വം കാണിക്കണം. വയസല്ലിമു തസ്ലീമ, ആ നിലക്കുള്ള ഒരു ദീനി ആഭിമുഖ്യം കാണിക്കലാണ് ആകളുടെ രക്ഷ. അത് പണ്ഡിതന്മാർ അത് ചെയ്യണമെന്നാണ്. ഉസ്താദുൽ ഇമാം ഫി തഫ്സീറിൽ ആയത്തി വജ്ഹൻ ആഖർ, ഇനി ഈ ആയത്തിൽ തന്നെ തഫ്സീർ പറയുമ്പോൾ ഇമാം മുഹമ്മദ് മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. യുഅദ്ദു ബയാനൻ ലിൽ ഖൗൽ യനൽ ഇത്തിയാന മുസ്നദുൻ ഇലല്ലാഹി തആല, ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ വരിക എന്നർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ വ്യാഖ്യാനിച്ചത്. എന്നാൽ അള്ളാഹുവിലേക്ക് തന്നെ ആ വരല് ചേർത്തിക്കൊണ്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. അതിനുള്ള ബയാനായിട്ട് പറയപ്പെടാവുന്ന ഒരു വ്യാഖ്യാനം ഇമാം പറയുന്നുണ്ട്. അലാനഹു ഹുവല്ലദീ യഅതി അലാ ളാഹിർ മദ്ഹബി സലഫ്, അള്ളാഹു വരിക എന്നുള്ളത് തന്നെയാണ് സലഫ് പലരും പറഞ്ഞത് അങ്ങനെയാണ്. ആ പറഞ്ഞ ലാഹിറായ അർത്ഥത്തിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നത്. ലാ അദാബുഹു വലാ യൗമുൽ മൗഊദ്, അള്ളാഹ് തന്നെയാണ് വരുന്നത്, അല്ല അള്ളാഹിന്റെ അദാബല്ല, അള്ളാഹു നിശ്ചയിച്ച യൗമും അല്ല. വഹു മിനൽ ആയാത്തിൽ കുബ്ര, അത് അള്ളാഹിന്റെ വരവ് എന്നുള്ളത് വലിയൊരു ആയത്താണ്, വലിയ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ആ വരവ്. അസ്റാറുൽ മആരിഫിൽ ഉലിയ, അത് അത്യുന്നതമായ വിജ്ഞാനങ്ങളുടെ സിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. സാധാരണ മാരിഫൊന്നുമല്ല, അത്യുന്നതമായ വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിലെ ഒരു സിറാണ്. ഇന്ന് നമുക്ക് വ്യക്തമല്ലാത്തൊരു കാര്യമാണ് ആ വരവ്. വഖാലമാമിസ്, അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിങ്ങനെ, മിനന്നാസി മൻ യുമിനു ബില്ലാഹി തആല വസിഹത്തി ദീനിഹി ഈമാനൻ മുവാഫിഖൻ ലിമാ ജാഅ ഫീ കിതാബ് വയകൂൻ ഫീ ഈമാനിഹി അലാ അഖൽ യഖീൻ വൽ ഇത്മിനാൻ അല്ലദീ ലാ ജിൽസാല ഫീഹി വൽ ഇഗ്തിറാബ്. അദ്ദേഹം പറയാം, മനുഷ്യരുടെ കൂട്ടത്തില് ഉണ്ട് മൻ യുമിനു ബില്ലാഹി തആല, അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുന്നു. വസിഹത്തി ദീനി, അള്ളാഹുവിന്റെ ദീൻ സഹിയാണെന്നും അവൻ അംഗീകരിക്കുന്നു. ഈമാനൻ മുവാഫിഖൻ ലിമാ ജാഅ ഫീ കിതാബി, കിതാബിൽ എന്താണോ വന്നത് അള്ളാഹുവിന്റെ കിതാബില് അതിനോട് തികച്ചും യോജിക്കുന്ന രീതിയിലുള്ള ശരിയായ ഈമാൻ ഉള്ളവർ ഉണ്ട്. വയകുൻ ഫി ഈമാനിഹി അലാ അഖൽ യഖീൻ, അവൻ അവന്റെ ഈമാനില് യഖീനായ ഉറച്ച സത്യത്തിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. വൽ ഇത്മിനാൻ,
അതേപോലെ തികഞ്ഞ മനസ്സാന്നിധ്യവും മനസ്സിന്റെ സ്ഥിരതയുണ്ടാവും അവന് ആ വിശ്വാസത്തിൽ. ഒരിളക്കമല്ല, ഒരു ചലനമല്ല, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ സ്ഥിരമായിട്ടുള്ള, ശക്തമായിട്ടുള്ള ഒരു ഈമാൻ. അത്ര ഗ്രേഡിലുള്ള ഒരു വിശ്വാസമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ചാണ് അള്ളാഹു അവരുടെ കൂടെ ഹാലറാണ് എന്ന് പറയാൻ പറ്റുക. അവരെവിടെ പോയാലും എവിടെ ആയിരുന്നാലും അള്ളാഹു അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നും പറയാൻ പറ്റും. ഇങ്ങനത്തെ ഈമാനുള്ള ആൾക്കാരെ കുറിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവരുടെ അക്കലുകളിൽ ശരിക്കും ഉറച്ചിരിക്കുന്നു. അപ്പൊ തവക്കുൽ അലൈഹി ഖദ് ലാബസ ഖുലൂബഹും, അള്ളാഹുവിലെല്ലാം തവക്കുലാക്കുക എന്നുള്ള സ്വഭാവം അവരുടെ കൽബിനെ പൂർണ്ണമായും ലാബസ, അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ബഹുമുല്ലദീന ഖാല ഖായിലുഹും, അവരെ കുറിച്ചാണ് അവരുടെ ഒരു ഖായിൽ പറയുന്നത്, ലൗ കുശിഫൽ ഹിജാബ് മസ്ദത്തു യഖീന, ഈ ഹിജാബിന് നീക്കം ചെയ്യുകയാണെങ്കിലും എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ യഖീനൊന്നും വർദ്ധിക്കാനില്ല. വെച്ചാൽ നേരത്തെ തന്നെ യഖീനിലാണ്. അത്രയും വ്യക്തമായിട്ട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ആഗമനത്തെയും കുറിച്ചുള്ള വിശ്വാസം അവരുടെ മനസ്സിലുണ്ട്. അങ്ങനത്തെവരുണ്ട്. ഇങ്ങനത്തെ ഒരു അഗാധ ജ്ഞാനവും ഇത്രയും ശക്തമായ ഒരു ഉറപ്പും ഇല്ലാത്തവരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പല ഇന്നല്ലാഹ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു അവരുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാറ്റിനും എന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അള്ളാഹു തന്നെ കുറിച്ച് എന്താണോ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ രീതിയിലല്ല അവരുടെ മനസ്സിൽ, പിന്നെ അവരുടെ അഖലില് ഉള്ള വിവരം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകളും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ദൃഷ്ടാന്തങ്ങളും സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം എന്താണോ അതിനനുസരിച്ചല്ല പൂർണ്ണമായും അവരുടെ മനസ്സിലുള്ളത്. സുമ്മഹുവ ലൈസ അലാ യഖീൻ മിമ്മാ ഇൻദഹു, അതിനു പുറമെ തന്റെ അടുക്കലുള്ള സംഗതിയിലും അയാൾക്കൊരു പൂർണ്ണമായ ഉറപ്പില്ല. ഏതാണ്ട് ഒരു പകുതി ദീൻകാരൻ അല്ലെങ്കിൽ ഒരു അർദ്ധ ദീൻകാരൻ എന്നൊക്കെ പറയാം. ഉലൈക അസ്ഹാബുൽ ദുനൂൻ വഅർബാബുശ് ശുകൂക്ക്, ഊഹത്തിന്റെ ആൾക്കാർ, സംശയത്തിന്റെ വക്താക്കൾ എന്ന് പറയേണ്ട ആൾക്കാരാണ്. വഹാമലത്തു തഖാലീദ്, തഖ്ലീദിന്റെ വാഹകർ എന്നും പറയണം. ഓ പൊട്ടിക്കണ്ടെങ്കിൽ എന്താ ഇങ്ങോട്ട് പറഞ്ഞല്ല. വഹമലത്തു തഖാലീദ് അതിന് ജല്ലു മിൻ ബഅദി മാ ജാഅത്തുൽ ബയ്യിനാത്ത്. ആരാണ് ഈ തഖാലീദിന്റെ വാഹകര്? വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ തങ്ങൾക്ക് വന്നു കിട്ടിയ ശേഷം ഇടറിപ്പോയ, സ്ലിപ്പായി പോയ ആൾക്കാരാണ്. അങ്ങനെ തങ്ങൾക്കും അള്ളാഹുവിന്റെ മടക്ക് ഒരുപാട് ഹാജിബീങ്ങളെ, അതായത് പാറാവുകാരെ, മധ്യവർത്തികളൊക്കെ സ്വീകരിച്ച ആൾക്കാരാണ്. ഈ ഒരു ഈമാൻ കൊണ്ട് തന്നെ അവര് പല കാര്യങ്ങളിലും അള്ളാഹുവിനെ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തി തശ്ബീഹ് ചെയ്ത് പറയുന്നുണ്ട്. വഹും ഗായിബൂന അനില്ലാഹി തആല, അവർ അള്ളാഹുവിന്റെ കൂടെ അല്ല, അള്ളാഹുവിൽ നിന്ന് ഗായിബീങ്ങളാണ്. വമഹ്ജൂബൂന അൻ റബ്ബിഹിം, അള്ളാഹുവിൽ നിന്ന് ഹിജാബിലാണ്, മറയിലാണ് അവർ. ബിഹൈസു ലാ തതൂഫു മഅരിഫത്തുഹു ഹഖീഖിയത്തു ബിഖൂലിഹിം, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിജ്ഞാനം അവരുടെ അഖലില് വരുന്നില്ല, അഖലില് തവാഫ് ചെയ്യുന്നില്ല. വലാ തുലാബിസു അളമത്തുഹു വകമാലുഹു ഖുലൂബഹും, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ സമ്പൂർണത എന്നൊരു സംഗതി അവരുടെ കൽബിലേക്ക് വന്ന് സ്പർശിക്കില്ല. പ്ലീസ്, ആരാണ് ഓഫ് ചെയ്യാത്ത മൈക്ക്? ഒന്ന് ഓഫ് ചെയ്യും. കേൾക്കുന്നുണ്ടോ? ഫഇദാ യൗമുൽ ഖിയാമ വകശ്ഫുൽ ഹിജാബ് വകുശിഫൽ ഹിജാബ് അറഫുല്ലാഹ റബ്ബഹുൽ ഹഖ്. അങ്ങനെ സംശയമായിട്ട് പിന്നെ മധ്യസ്ഥന്മാരെ അടയാളന്മാരൊക്കെ പിന്നെ സ്ഥാപിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാർ എന്താ ഉണ്ടാവുക? ഇതാക്കാൻ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ വകുശിഫൽ ഹിജാബ്, സകല യവനികയും ഉയർത്തപ്പെട്ട് തുറന്നു കഴിഞ്ഞാൽ അറഫുല്ലാഹ റബ്ബഹുൽ ഹഖ്, അവരുടെ സത്യവാനായ റബ്ബിനെ ശരിയായ രീതിയിൽ അവർ തിരിച്ചറിയും. വതബയ്യന ലഹും മാ കാനു അലൈഹി മിനൽ ബാത്തിൽ, ഇക്കാലം വരെ തങ്ങൾ നിലകൊണ്ട ബാത്തിൽ എന്തായിരുന്നു അത് അവർക്ക് അപ്പൊ ബോധ്യമാവും. ഫദാലിക ഇത്തിയാനുല്ലാഹി ലഹും, അതാണ് അള്ളാഹു അവർക്ക് വരിക എന്ന് പറഞ്ഞതിന് അർത്ഥം. ആ ഇത്തിയാനാണ്, അല്ല അള്ളാഹ് ശിക്ഷ വരിക എന്നുള്ളതല്ല. അയ്യതീഹിം മിൻ മാരിഫത്തിഹി മാ കാനു ഗായിബിൻ അൻഹു, എന്തിൽ നിന്നായിരുന്നു അവർ മറഞ്ഞിരുന്നത്? ആ അറിവ്,
ആ ശരിയായ വിജ്ഞാനം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളത് അവർക്ക് വരും എന്നർത്ഥം. അപ്പൊ മെഹ്റൂമിനെ ദുന്യാവിന്ന് അള്ളാഹിനെ കുറിച്ചുള്ള ഏത് തരം അറിവിൽ നിന്നാണ് അവർക്ക് പിന്നെ തടയപ്പെട്ടിരുന്നത്. അവര് ആ നിഷേധിക്കപ്പെട്ട അറിവ് അവർക്ക് അവിടെ ലഭ്യമാവും, കൃത്യമായും ബോധ്യമാവും അള്ളാഹുവിനെ കുറിച്ച്. അപ്പൊ ഈ വരിക എന്നുള്ളത് ഒരു ഫിസിക്കലി മഹ്സൂസായ വരവ് മാത്രമല്ല, നമ്മുടെ അക്കലിൽ വരിക എന്നുള്ളത്, നമ്മുടെ ബുദ്ധിയിൽ കാര്യം ബോധ്യപ്പെടുക എന്നുള്ളതും ഒരു വരവ് തന്നെയാണ്. അവിടെ ഒരു ഫിസിക്കലി വരവ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടും കണ്ടും മണത്തൊക്കെ അറിയാവുന്ന വിഷയങ്ങളിലുള്ള ഇത്യാൻ പോലെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളിലും ഇത്യാനുണ്ട്, വരവുണ്ട് കാണും. ഇത് അങ്ങനത്തെ ഒന്നാണ്. അതിന് കൂടുതൽ വ്യാഖ്യാനത്തിന്റെ ആവശ്യം പിന്നെ ഉദിക്കുന്നില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് കാല് വഴുകിപ്പോയി തെറ്റിപ്പോയിട്ടുള്ള ആൾക്കാർ രണ്ടു തരമുണ്ട്. സിൻഫുൻ യഅ്തഖദുൽ ബാത്തില ഹഖൻ, ഒരു കൂട്ടര് അസത്യത്തെ സത്യമായി വിശ്വസിച്ചവരാണ്. ഫലം യഅരിഫു ഹഖീഖത്ത തൗഹീദ് വറുജൂഅ കുല്ലി അംരിൻ ഇലാ മൻ അഅ്താ കുല്ലി ഷൈഇൻ ഖൽഖഹു അലാ സുനൻ സാബിത. അവര് എന്ന് പറഞ്ഞാല് തൗഹീദിന്റെ ശരിയായ രൂപം അറിയാത്തവരാണ്, അതിന്റെ ഹഖീഖത്ത് അറിയാത്തവരാണ്. അതേപോലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിപ്പ് കൊടുത്തിട്ടുള്ള അങ്ങനെ വ്യക്തമായ നടപടിക്രമങ്ങളിലൂടെ ഓരോ സൃഷ്ടികൾക്കും അതിന്റെ വഴി നിശ്ചയിച്ചു കൊടുത്ത, അതാണ് അലാ സുന്നൻ സാബിത്താണ്. ആ വഴി നിശ്ചയിച്ചു കൊടുത്ത അള്ളാഹുവിലേക്കിനെല്ലാം മടങ്ങുക എന്നുള്ള കാര്യവും മനസ്സിലായിട്ടില്ലാത്തവരാണ് ഇവര്. വല തൗഹീദ് മിൻ ഉസൂലിൽ ഈമാൻ. അപ്പൊ തൗഹീദ് ശരിക്കും മനസ്സിലായില്ല മാത്രമല്ല, ഈമാനിലെ മൗലിക വിഷയങ്ങളിൽ പെട്ട തൗഹീദ് അല്ലാത്ത കാര്യങ്ങളും അവർക്ക് ഒട്ടും പിടുത്തം കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ കൂട്ടരാണ് ഒന്ന്. രണ്ടാമത്തെ കൂട്ടർ വസ്തുനിക്ക് ഇത്തബാവ് ലന്നിന്റെ പിന്നാലെ പോയ ആൾക്കാരാണ്. ലന്ന് എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. ഊഹം എന്നർത്ഥമുണ്ട്. വ്യക്തമായ ബോധ്യത്തിന്റെ അപ്പുറത്തുള്ള ധാരണ, അറിവ്, അതിനൊക്കെ ലന്ന് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഏതാണ്ട് ഊഹം എന്നുള്ള അർത്ഥത്തിലേക്കാണ് കൂടുതൽ ചായ്വ്. ലന്നിന്റെ പിന്നാലെ പോയവരാണ്. വഹാമു ഫി ഔദിയത്തിൽ വഹമിന്റെ വാദികളിലൂടെ അങ്ങനെ ലക്കില്ലാതെ സഞ്ചരിച്ചു പോയി. വാദി എന്ന് പറഞ്ഞാൽ അറിയാലോ, പിന്നെ മലഞ്ചെരുവ് എന്നൊക്കെ പറയുന്നു. വഹമിന്റെ താഴ്വരയിലൂടെ അവരങ്ങനെ ലക്കില്ലാതെ പോയി. ഫലം യക്കൂൻ വല ബയ്യനത്തിൻ ഹാദെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ബയ്യനത്ത്, അറിവ് അവർക്കൊരിക്കലും ഉണ്ടായില്ല. അപ്പൊ ആ ദിനത്തിൽ ഖിയാമത്ത് നാളിൽ റൂഹുകളിൽ അള്ളാഹുവിന്റെ തജ്ലിയത്ത്, അള്ളാഹുവിന്റെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, വസാറത്തിൽ ഹുജുബലത്തി കാനത്ത് ദൂനഹ ഫീ സിജ്നിൽ അഷ്ബാഹ്, അതുവരെ ഉണ്ടായിരുന്ന നിഴലുകളുടെ സിജ്നില് നിഴലുകൾ അടങ്ങിയിട്ടുള്ള ആ ജയിലിനകത്ത് ഉണ്ടായിരുന്ന ഹിജാബുകൾ ഉണ്ടായിരുന്നു, ആ മറകളൊക്കെ നീങ്ങിപ്പോയാൽ ജാല ജഹലുൽ ജാഹിലി, അതാണ് ജവാബ്. അപ്പൊ ആ മറ പോയാൽ, അള്ളാഹു റൂഹുകളിൽ തജല്ലിയായി കഴിഞ്ഞാൽ എല്ലാ വിവരദോഷികളുടെയും വിവരക്കേടുകൾ പോകും. വൻകശഫ വന്നുള്ളാന്നീൻ, എല്ലാ ഊഹത്തിന്റെ പിന്നാലെ പോയ ആൾക്കാരുടെയും ഊഹങ്ങളൊക്കെ പോയി ശരിക്കും അത് മുൻകശിഫായി നീങ്ങി കൃത്യമായ ബോധത്തിലേക്ക് വരും. ബത്തല വഹമുൽ വാഹിമീൻ, ഊഹക്കാരുടെ ഊഹങ്ങളെല്ലാം ബാത്തിലായി പോകും. വഅറഫൽ ജമീഉ റബ്ബൽ ആലമീൻ, ആ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും റബ്ബുൽ ആലമീനെ ശരിക്കും ബോധ്യമാകും. ബിമാ ജാഅഹും മിനൽ ഹഖ് വൽ യഖീൻ, എന്താണ് അല്ലാഹു തആല അവർക്ക് കൊണ്ടുവന്ന ഹഖുൽ യഖീൻ, ഖിയാമത്ത് നാൾ എന്ന യാഥാർത്ഥ്യം, ഇന്ന് പിന്നാലെ വരാൻ പോകുന്ന അനുഭവങ്ങൾ, അതൊക്കെ ശരിക്കും ബോധ്യമാകും. ഫദാലിക മജീഉല്ലാഹി തആല, അതിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ വരവ് എന്ന് പറയുന്നത്. ഇത്യാനുഹു ഫി യൗം അദ്ദീൻ, പ്രതിഫല നാളിൽ അള്ളാഹുവിന്റെ ആഗമനം എന്ന് പറയുന്നതാണ്. അതാ തജല്ലാ ബിഹി മസ്അലത്തുൽ ഇത്യാൻ അലാ മദ്ഹബി സലഫ്. സലഫുകളുടെ വ്യാഖ്യാന രീതി അനുസരിച്ച് അള്ളാഹുവിന്റെ ഇത്യാൻ എന്ന മസ്അല ഈ രീതിയിലാണ് തജല്ലിയാകുന്നത്. ഇങ്ങനെയാണ് അത് വ്യക്തമായി തീരുന്നത്. അള്ളാഹിന്റെ ശിക്ഷയോ അള്ളാഹു നിശ്ചയിച്ച ദിനമോ ഒന്നുമല്ല, അള്ളാഹു തന്നെയാണ് ഈ ഒരു അർത്ഥത്തിൽ അവിടെ വരുന്നത് എന്നാണ് വ്യാഖ്യാനം. ഇനി ആ ഒരു വരവാണ് അർത്ഥമെങ്കിൽ, ഗമാമില് മേഘത്തിന്റെ തണലിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഫഹൂമിനൽ ഉമൂരിൽ ഉഖ്റവിയ്യ അൽ ഗൈബിയ്യ, അത് പിന്നെ നമുക്ക് ഭൗതികമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഗൈബിയായ ഉഖ്റവിയായ വിഷയത്തിൽപ്പെട്ട ഒന്നാണ്. അടച്ച് കുൽനാ മിറാറൻ ഇന്നനാ ലാ നബ്ഹസ് അൻ ഹഖീഖത്തിഹ,
അതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പരലോകത്ത് വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഹക്കീക്കത്ത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കില്ല. നമുക്കത് വഴങ്ങുന്നതല്ല, നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. فكون معرفة الله تعالى واليقين به مما يحصل للجاهلين والغافلين بحصول ظلل من الغمام نفوض سره إلى الله تعالى. അപ്പോ ജാഹിലീങ്ങളായിട്ടുള്ള ഗാഫിലീങ്ങളായിട്ടുള്ള വിവരദോഷികളും അശ്രദ്ധാലുക്കളുമായിട്ടുള്ള ആൾക്കാർക്ക് പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ മാരിഫത്തും യഖീനും ഉണ്ടായിത്തീരും ഗമാമിന്റെ തണലിലൂടെ ആഗമനം സംഭവിക്കുമ്പോ എന്ന് പറയുമ്പോൾ നുഫവ്വിൽ സിർറഹു ഇലല്ലാഹി തആല, ആ ആഗമനവും ഈ മേഘവുമായുള്ള ബന്ധവും കാര്യങ്ങളും അതിലടങ്ങിയ സിറൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമ്മളതിനൊന്നും പറയാൻ പോകുന്നില്ല, അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു. ഒമായുദ്ദീന അന്നഫി ദാലിക്കൽ ഗമാം ആയാത്തിൻ ബയ്യിനാത്ത്, ആ ഗമാമിനകത്ത് വളരെ വ്യക്തമായ ആയത്തുകളുണ്ട് എന്ന് നമുക്ക് ഇപ്പൊ അറിയില്ല, നമ്മൾ അറിയിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഹുജജൻ ബാഹിറാത്തി, വളരെ വ്യക്തമായിട്ടുള്ള ബാഹിറാത്ത് എന്നാൽ വാദിഹാത്ത്, വളരെ വ്യക്തമായിട്ടുള്ള ഹുജ്ജത്തുകൾ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ഉണ്ട് എന്നും നമ്മൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. മലക്കുകൾ വരിക എന്ന് പറഞ്ഞത് ഈ വ്യാഖ്യാന പ്രകാരം നേരത്തെ പറഞ്ഞ വ്യാഖ്യാനത്തിൽ പറഞ്ഞതിനേക്കാളും ലാഹിറായി ബോധ്യമായി വരും. മക്കാം തംശീൽ ബഹൂരി സുൽത്താനില്ലാഹി തആല വഅളമത് എന്ന് വെച്ചാൽ ഈ രംഗം അള്ളാഹുവിന്റെ അധികാരവും മഹത്വവും ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു തംശീലിന്റെ രംഗമാണ്. അത് ചിത്രീകരിക്കുന്ന അത് അവർക്ക് വ്യക്തമായി ബോധ്യമാകുന്ന ഒരു രംഗമാണ്. വസിറാഖിൽ ഖുലൂബ് ഫീ അൽ ഖുലൂൽ ജലാലി ഇന്നമാ യഖ്ശാഹ നൂറു മാരിഫത്തി. അതേപോലെ തന്നെ മനുഷ്യന്റെ കൽബുകളൊക്കെയും അള്ളാഹുവിന്റെ ജലാലിന്റെ മുമ്പിൽ വിധേയപ്പെടുക, കീഴ്പ്പെടുക, അതിൽ മുങ്ങിപ്പോവുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. എപ്പോ ഇന്ദമായ അർഷാഹ നൂറ് മാരിഫത്തി, അള്ളാഹുവിന്റെ അറിവ് എന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്ന ആ വെളിച്ചം ആ ഹൃദയത്തെ കവർ ചെയ്യുമ്പോൾ ആ ഹൃദയങ്ങളൊക്കെയും അള്ളാഹുവിന്റെ ജലാലിന്റെ മുമ്പിൽ ഖാദിയായി പോകും, വിധേയപ്പെട്ടു പോകും. അതിൽ മുങ്ങി ആണ് താഴോട്ട് പോകുന്നത്. അതാണ് വരാൻ പോണത്. വലറൈബ അൻ ഹുളൂറൽ മലക് ഫി ജുൻദിഹിൽ അക്ബർ വഹുവ അബിയനു ലികമാലിൽ അളമത്തി വഅൽഹർ വലിദാലിക ഖാല തആല വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ സൂറത്തുൽ ഫജ്ർ സാനി വൈശ്ർ. അപ്പോ പിന്നെ മലക്കിന്റെ സാന്നിധ്യം ഫി ജുൻദിഹിൽ അക്ബർ, അള്ളാഹുവിന്റെ വലിയ സൈന്യത്തിൽപ്പെട്ടാണ് മലക്കുകൾ നടന്നത്. വമായാലും ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ എന്ന് ഖുർആനിലുണ്ട്. മലക്കുകളെയും കൂടി ഉദ്ദേശമാണ് പറയുന്നത്. അള്ളാഹുവിന്റെ വലിയ സൈന്യത്തിന്റെ കൂട്ടത്തിലായി മലക്ക് വരിക എന്നുള്ളത്, മലിക്ക് വരിക എന്നുള്ളത്. രാജാവ്, ഒരു രാജാവ്, മലക്കല്ല മലിക്ക്, ഒരു രാജാവ് തന്റെ ഏറ്റവും വലിയ സൈന്യത്തിന്റെ അകമ്പടിയില് പിന്നെ ആഗതനാവുക എന്ന് പറയുന്നത് അബിയനുൽ കമാലിൽ അളമത്തി വാൽഹർ. അപ്പൊ ആ സൈന്യത്തിന്റെ അകമ്പടിയോട് കൂടി ഒരു രാജാവ് വരിക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ മഹത്വത്തിന് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു രംഗമാണ്, കൂടുതൽ ലാഹിറാക്കുന്ന ഒരു രംഗമാണത്. വലുതായിക്ക കാലത്താല, അതുകൊണ്ട് അള്ളാഹുവിന്റെ സൂറത്ത് ഫജ്റിൽ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിന്റെ റബ്ബ് വരുന്നു, അണിയണിയായി മലക്കുകളും വരുന്നു. അവിടെ വായനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, റബ്ബുക വൽ മലക്കു എന്ന് അത്തുഫല്ല വാസ്തവത്തിൽ. വൽ മലക്കു സഫൻ സഫ എന്നുള്ള വേറൊരു ജുംലയെ പോലെ നമ്മൾ വായിക്കണം. നിന്റെ റബ്ബ് വരുന്നു, റബ്ബ് മലക്ക് രണ്ടും കൂടി അത്തുഫായി മനസ്സിലാക്കാനോ ആ നിലക്കുള്ളൊരു വായന വായിക്കാനോ ശരിയല്ല എന്നുള്ളതാണ്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, സഫൻ സഫായിട്ട് മലക്കുകൾ വരും, അതിന്റെ മുമ്പ് നിന്റെ റബ്ബും വരുന്നതാണ്. അതുപോലെ യൗമ യഖൂമു റൂഹ് വൽ മലായികത്തു സഫൻ, റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലി ഇസ്ലാമിന്റെ ഒരു അപരനാമാണ്, നമുക്കറിയാം. മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീലിനുള്ള പ്രാധാന്യം കൊണ്ട് തന്നെയാണ് റൂഹ് വേറെ തന്നെ പറയുന്നത്. മലക്കുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് റൂഹെങ്കിൽ പോലും പ്രാധാന്യം കൊണ്ട് വേർത്തി പറയുന്നു. അപ്പൊ റൂഹും മലായികത്തും സഫായിട്ട് നിലകൊള്ളുന്ന ദിവസം. ലാ യതകല്ലമൂൻ, അവരൊന്നും അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കൂല. പിന്നെ ആരെ സംസാരിക്കുള്ളൂ? ഇല്ലാമൻ അദീന ലഹുർ റഹ്മാൻ ഖല സവാബ, റഹ്മാനായ തമ്പുരാൻ ആർക്ക് അനുമതി കൊടുക്കുന്നുവോ, ആര് ശരിയായിട്ട് പറയുന്നുവോ അവർക്ക് മാത്രമേ അന്ന് മിണ്ടാൻ കഴിയുള്ളൂ, സംസാരിക്കാൻ അവർക്കേ പറ്റുള്ളൂ. സൂറത്ത് നബ 38. അപ്പൊ രണ്ടു തരം വ്യാഖ്യാനവും വിശദമായി തന്നെ ഇവിടെ ഇമാം മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഉസ്താദ് ഇമാം പിന്നെ സമർത്ഥിച്ചിട്ടുള്ള ഈ ആശയപ്രകാരമുള്ള ഉദ്ദേശം, ഈ
പറഞ്ഞ ഒരു മദ്ഹബിന് ആശയത്തെ അഫ്ഹാമിനോട് കൂടുതൽ അടുപ്പിക്കുന്നതാണ്. തഖ്രീബ് ഹാൽ മദ്ഹബ് മിനൽ ഇഫ്ഹാം എന്നാവാ അഫ്ഹാം. ഇഫ്ഹാം എന്നാൽ ഗ്രഹിക്കുന്നതിനോട് കൂടുതൽ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധികളോട് കൂടുതൽ അടുപ്പിക്കുന്നു. രണ്ടാലും വലിയ വ്യത്യാസമല്ല. ولا يعني أن هذا بيان لكيفية الاتيان في الغمام. ഏതായിരുന്നാലും ഇത് ഗമാമില് അള്ളാഹുവിന്റെ വരവ് എന്ന് പറയുന്നതിന്റെ രൂപം വിശദീകരിക്കുന്ന ഒന്നല്ല. فيمكن أن يقال إن الغمام في الإشارة إلى الحجاب أو الرداء الذي ورد في حديث أبي موسى عند الشيخين وغيرهما وما بين القوم وبين أن يروا ربهم إلى رداء الكبرياء على وجهه. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള വമാം എന്ന വാക്ക്, മേഘം എന്നർത്ഥമുള്ള വാക്ക്, ഒരു പക്ഷേ ഹദീസിൽ പറഞ്ഞ ഒരു ഹിജാബ് അല്ലെ റിദ എന്നുള്ള വാക്കുണ്ട്. ആ അർത്ഥത്തിലേക്കുള്ള സൂചന ആയിരിക്കാം, സാധ്യത ഉണ്ട്. മുംകിനാണ്, സാധ്യത ഉണ്ട്. ഹദീസ് വന്നത് ഹിജാബ് റിദ എന്നൊക്കെയാണ്, മറ അല്ലെങ്കിൽ ഒരു വസ്ത്രം. അത് ഇമാം ബുഖാരിയും മുസ്ലിമും ഷെയ്ഖൈന് അവർ രണ്ടുപേർ റിപ്പോർട്ട് ചെയ്യുന്ന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടുള്ള ഹദീസാണ്. അല്ലാത്തവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് വമാ ബൈനൽ ഖൗം വബൈന യറൂ റബ്ബഹും. പരലോകത്ത് ആ രംഗം പറയാണ്. ആ വന്നിരിക്കുന്ന മനുഷ്യന്മാർക്കും അവരുടെ റബ്ബിനെ അവർ ദർശിക്കുക എന്നുള്ള സംഭവത്തിനും ഇടക്ക് എന്റെ പിന്നുള്ളൂ ഇല്ലാ റിദാഉൽ കിബ്രിയ അലാ വജ്ഹിഹി. അള്ളാഹുവിന്റെ മുഖത്തുള്ള കിബ്രിയാവിന്റെ ആ ഔന്നത്യത്തിന്റെ, കിബ്രിയ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ള അർത്ഥം കൂടിയാണ്. അള്ളാഹിന് മാത്രം ചേരുന്ന ഒരു സിഫത്താണ് കിബ്രിയ. ആ കിബ്രിയാവിന്റെ ഒരു ആവരണമല്ലാതെ, വസ്ത്രമല്ലാതെ അള്ളാഹുവിനെ അവർ കാണുന്നുള്ളതിന്റെ മുമ്പിൽ പിന്നെ വേറെ തടസ്സമൊന്നുമില്ല. ബയാനുഹു അന്നഹു വറദ ഫി അഹാദീസ് ഉഖ്റ ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സഅൽതു ജിബ്രീല അലൈഹിസ്സലാം ഹൽ തറ റബ്ബക. അതിന് വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇതിന്റെ ബയാൻ. എന്താണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ഞാൻ ചോദിച്ചു, റസൂൽ പറയാണ്, ഞാൻ ചോദിച്ചു, താങ്കൾ തങ്ങളുടെ റബ്ബിനെ കാണുമോ? അപ്പൊ ജിബ്രീലിന്റെ മറുപടി ഇന്ന ബൈനി വബൈനഹു സബ്ഈന ഹിജാബൻ മിൻ നൂർ. റബ്ബിനും എനിക്കുമിടയിൽ പ്രകാശത്തിൻ്റെതായ 70 ഹിജാബുകൾ ഉണ്ട് എന്ന്. ഗസാലി വഗൈറുഹു മിൻ അഇമ്മത്തി സൂഫിയ്യ. ഇനി സൂഫികളായിരുന്ന ഇമാമിങ്ങൾ, ഇമാം ഗസാലി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു, ഇന്നൽ ഹുജൂബ് അയൽ മവാനി التي تمنع العبد من معرفة الحق كثيرة. ഒരു മനുഷ്യനെ, അബ്ദിനെ സത്യം മനസ്സിലാക്കുന്നതിൽ തടയുന്ന മവാനി അഥവാ ഹിജാബുകൾ ധാരാളമുണ്ട്. അഖ്സഫുഹ നഫ്സു. അതിലേറ്റവും കട്ടിയുള്ള മറ താൻ തന്നെയാണ്. വഹാദിൽ ഹുജൂബ് തസാലു യൗമൽ ഖിയാമ അനിൽ മുഅ്മിനീൻ തുസാലു യൗമൽ ഖിയാമ അനിൽ മുഅ്മിനീൻ ഇല്ലാ ഹിജാബൻ വാഹിദ. എന്നാൽ ഈ മറകൾ മുഴുവൻ, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ ഈ മറകൾ മുഴുവൻ നീക്കം ചെയ്യപ്പെടും ഖിയാമത്ത് നാളിൽ, ഒരു ഹിജാബ് ഒഴികെ. ഫയാരിഫൂനൽ ഹഖ് മാരിഫത്തൻ കാമിലത്തൻ തസ്താരിഖുർ റൂഹ്. ആ ഒരു മറയും കൂടി നീങ്ങിയാലാണ് ഹഖിനെ പൂർണ്ണമായ രീതിയിൽ റൂഹകളെയും കൂടി മുക്കുന്ന വിധമുള്ള, റൂഹകളെയും കൂടി അകപ്പെടുത്തുന്ന വിധമുള്ള ഒരു പൂർണ്ണമായ അറിവ് അവരറിയാം. ഉദാനിക്കമാ അംബറാൻ ബിറുഇയ്യ. അതിനെയാണ് അള്ളാഹുവിന്റെ ദർശനം, അള്ളാഹുവിനെ ദർശിക്കുക എന്ന് പറയുന്ന സംഗതിയായിട്ട് ഖുർആനിൽ പറയുന്നത്. മജീ ഇല്ലാഹി വൈത്തിയാനി, അള്ളാഹുവിന്റെ ആഗമനം, വരവ് എന്നൊക്കെ പറയുന്നതും അത് തന്നെയാണ്. അപ്പൊ ഈ ഒരു തംശീലിയായ രംഗത്ത് പറയുമ്പോ ഈ ഗമാമിന്റെ അർത്ഥം അതാ പറഞ്ഞ ഹിജാബാണ്, ആ ഒരു മറ. അല്ലെങ്കിൽ കമാലുൽ മാരിഫാൽ മുംകിന ബിദൂനി. ആ ഹിജാബ് കൂടി ഇല്ലാതായാലല്ലാതെ പൂർണ്ണമായ ഒരു മാരിഫത്ത് സാധ്യമാവില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അറിവ് ആ ഹിജാബ് കൂടി നീങ്ങിയാലേ സാധ്യമാവും. ആ ഹിജാബിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഗമാം എന്ന് പറയുന്നത് ഈ വ്യാഖ്യാന പ്രകാരം. അപ്പോ ഖുർആനിൽ പറയുന്ന അള്ളാഹുവിനാണ് ഏറ്റവും ഉന്നതമായ മസലുള്ളത്. ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായും ഈ ആയത്തുകൾ ഈ നിലയ്ക്ക് വ്യാഖ്യാനിച്ചാൽ ഒത്തുവരും. സൂറത്ത് നഹലാണത്. പിന്നെ സൂറയിൽ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന്റെ മിസ്ലിനെ പോലെ ഒന്നുമില്ല. ലൈസ മിസ്ലഹു ഷൈഉൻ എന്നല്ല, മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് പ്രയാസമുള്ള പ്രയോഗമാണ്. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്നൊക്കെയാണ് വാക്ക്. അള്ളാഹുവിന് മിസ്ലെന്നല്ല, മിസ്ലിനെ പോലത്തതായിട്ടും ഒന്നുമില്ല. ലൈസക്ക മിസ്ലിഹി ഷൈഉൻ, സൂറത്ത് ഷൂറ. അപ്പൊ അത് വ്യാഖ്യാനം മലയാളത്തിൽ പറഞ്ഞ് ബോധിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ولنا نقول على هذه الطريقة مع تفسيرنا الغمام
بمادة التكوين الأولى كما مر. إن الحجب التي تشغل الإنسان ربه في الدنيا حظوظ النفس وشهواتها وشواغل الحس بالمحسوسات والفكر بالمدركات. നമുക്കിവിടെ പറയാം, ഈ ഖവാമിന് ഈ നിലക്കുള്ള ഒരു വ്യാഖ്യാനം പറയുമ്പോഴേ ഈ നിലക്ക് മാദത്തു തക്വീനിലൂല, അതായത് സൃഷ്ടിപ്പിന്റെ സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന പദാർത്ഥം ഒരു പുക എന്ന് പറഞ്ഞല്ലോ, ആ നിലക്ക് ആ മാദയാണ് ഖമാം എന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം നമുക്ക് പറയാൻ കഴിയും ഇന്നൽ ഹുജുബലത്തിൽ ഇൻസാൻ റബ്ബിഹി ഫി ദുനിയ, റബ്ബിനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ റബ്ബുമായിട്ട് അടുക്കുന്നതിൽ നിന്ന് ഈ ദുനിയാവില് മനുഷ്യൻ മറയിടുന്ന മറകൾ എന്തൊക്കെയാണ്? ഒന്ന് ഹുറൂറുൻ നഫ്സ്, മനുഷ്യന്റെ സ്വന്തം നഫ്സിന്റെ പിന്നെ ഇച്ഛകളോ ആഗ്രഹങ്ങളോ ഒക്കെയാണ്. വശഹവാത്തുഹ, മോഹങ്ങൾ. വശവാറുൽ ഹിസ്, ഹിസ്സിന് മനുഷ്യന്റെ പിന്നെ ആഗ്രഹങ്ങളെ, അതുപോലെ കണ്ണിനെ, കാഴ്ചയെ, പിന്നെ കേൾവിയെ ഒക്കെ ഷോലാക്കുന്ന ഘടകങ്ങൾ മഹ്സൂസാത്ത്. മഹ്സൂസാത്തായിട്ടാണ് ഷോലാക്കുക. ഒരിക്കലും മുതറക്കാത്ത്, ചിന്തയെ മുതറക്കാത്തുമായിട്ട്, മുതറക്കാത്തല്ല ചിന്തിച്ച് ഗ്രഹിക്കാവുന്ന കാര്യങ്ങളാണ് മുതറക്കാത്ത്. കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും തൊടാനും കിട്ടുന്നതാണ് മഹ്സൂസാത്ത്. അപ്പൊ ആറാമേന്ദ്രിയമായ ബുദ്ധി, അതാണ് ഫിക്ർ. അതിൻ്റെ അടുക്ക് പഞ്ചേന്ദ്രിയങ്ങളും. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ളതും ആറാമേന്ദ്രിയമായ ബുദ്ധി കൊണ്ടുള്ളതുമായ സംഗതികൾ കുല്ലുഹ തർത്തഫികൾ ഫലാ തഅലുഹ ഇലാ ദൂന കമാലിൽ ഇൽമില്ലാഹ് തആല. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ തരം ഹുദൂദും ശഹവാത്തും ഷവാലും ഒക്കെ പോകും, എല്ലാം വിറന്നു പോകും. പിന്നെ അതൊന്നും മറയായിട്ട് അവിടെ ബാക്കി ഉണ്ടാവില്ല. ആ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതിന്റെ മുമ്പിൽ ഇതൊന്നും മറയായിട്ട് പിന്നെ ബാക്കി ഉണ്ടാവില്ല. മാ ഖലാസർദൽ ഇജാദ് വത്തക്വീനിൽ അവ്വൽ, എന്തല്ലാതെ സൃഷ്ടിപ്പിന്റെ ആദ്യത്തിൽ, ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പിന്നെ ഈ പദാർത്ഥമല്ലാതെ മിമ്മ ഖാൻ വബിമഖാൻ വകൈഫഖാൻ, അത് എങ്ങനെ ഉണ്ടായി, ഈ ഏത് രൂപത്തിലുണ്ടായി, എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. ഇത് ഈ ദുനിയാവിൽ വെച്ച് ഉറച്ച വിശ്വാസികൾക്ക് പോലും ഉയർന്നു കിട്ടാത്തൊരു സംഗതിയാണ്. വലാഫിൽ ആഖിറാലിൽ മുഖറബീൻ, മുഖറബീങ്ങൾക്ക് പരലോകത്തും കിട്ടാത്ത ഒന്ന് തന്നെയാണത് എന്നുള്ളതാണ്. هذا ما ترى من الوجه الأول في تفسير الآية والمتبادر والمنطبق على الآيات. എന്നിരുന്നാൽ ഈ വ്യാഖ്യാനം എല്ലാം കേട്ടാൽ ആദ്യം പറഞ്ഞ വ്യാഖ്യാനമാണ് മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് വേഗെത്തുന്നതും ഇതര ആയത്തുകളുമായിട്ട് ഖിയാമത്ത് നാളിന്റെ മുന്നറിയിപ്പുകളെ വന്ന ആയത്തുകളുമായിട്ട് കൂടുതൽ യോജിക്കുന്നതും അതാണ് എന്ന് മനസ്സിലാവും. ഫീ കുല്ലി മിൻഹുമാ ഇബ്റത്തുൻ വഹിദായത്തുൽ മുഅ്മിനീൻ. ഈ രണ്ട് വ്യാഖ്യാനമായിരുന്നാലും എന്തുണ്ട്? അതിൽ ഗുണപാഠമുണ്ട്, ഹിദായത്തുണ്ട് വിശ്വാസികൾക്ക്. വാമൽ മുർത്താബൂനൽ മുമാറൂൻ, എന്നാൽ സംശയാലുക്കളും തർക്കക്കാരുമായുള്ള ആൾക്കാരുണ്ടല്ലോ, പല യസീദുൽ കലാമു അനിൽ ആഖിറ ഇല്ലാ ളുൽമതൻ, ആഖിറത്തിനെ കുറിച്ചുള്ള സംസാരം അവരുടെ മനസ്സിൽ അന്ധകാരമല്ലാതെ വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ്. എത്ര പരലോകം പറഞ്ഞാലും ഒരു പേടികൾക്ക് ഉണ്ടാവില്ല, ഒരു ഗുണം ഉണ്ടാവില്ല. ളുൽമത്ത് മാത്രമേ അവരുടെ മനസ്സിൽ കൂടുള്ളൂ. വരിജിസൻ ഇലാ റിജിസിഹിം, അവരുടെ വൃത്തികേട് എത്ര ഉണ്ടോ ആ വൃത്തികേടിലേക്ക് പിന്നെയും വൃത്തികേട് കുമിഞ്ഞു കൂടുമെന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്നെ മഹജൂബുൻ ഫിസിയും, കാരണം അവരവരുടെ ഹിസ്സിൽ തന്നെ ഹിജാബിനകത്താണ്, മറയ്ക്കകത്താണ്. ഹത്ത അൻഫുസിയും, അവരുടെ നഫ്സുകളിൽ നിന്ന് പോലും അവരും ഹിജാബിലാണ്. എന്നാലും വകുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോരുത്തർക്കും അവനവൻ ചെയ്യുന്ന കാര്യത്തിൽ വലിയ സന്തോഷമായിരിക്കും. ഞാൻ എത്ര പിഴവിലാണ് എന്നുണ്ടെങ്കിലും പിഴവിലാണ് ഞാൻ സമ്മതിക്കൂല. ഓരോ പാർട്ടിക്കാരും ഓരോ സംഘക്കാരും താങ്കളുടെ കൈകളിൽ എന്തുണ്ടോ അതിൽ സന്തുഷ്ടരായിട്ട് അങ്ങനെ പോകുകയാണെന്നാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ 53 അള്ളാഹ് പറഞ്ഞത്. വകുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അപ്പൊ ഇനി നമ്മൾ 214 ആയത്തിലേക്ക് കടന്നു വരികയാണ്. أعوذ بالله من الشيطان الرجيم. سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. زين الذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇവിടെ ബനൂ ഇസ്രായേലിനെയാണ് പ്രത്യേകിച്ച് പരാമർശിക്കുന്നത്. ബനൂ ഇസ്രായേലിനോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ എത്ര സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് കൊടുത്തിരുന്നത് എന്ന്.
വ്യക്തമായും അള്ളാഹുവിന്റെ നിയമത്ത് വന്നു കിട്ടിയിട്ട് ആ നിയമത്തിനെ മാറ്റിമറിക്കാൻ ആര് മെനക്കെടുന്നുവോ അവർ മനസ്സിലാക്കണം അള്ളാഹു അതിശക്തമായി കഠിനമായി ശിക്ഷ നടപ്പാക്കുന്നവനാണ് എന്നുള്ള കാര്യം. പിന്നെ പറഞ്ഞത് സത്യത്തെ അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതം വല്ലാത്ത അലങ്കൃതമായിട്ട് അവർക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അവർക്കത് ആ നിലക്ക് കാണപ്പെടുന്നു. മാത്രമല്ല അവര് വിശ്വാസികളെ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഖിയാമത്ത് നാളിൽ മുത്തഖീങ്ങളായ ആൾക്കാർ ഇവരെക്കാൾ എത്രയോ മീതെയായിരിക്കും. അള്ളാഹു താനിച്ചിക്കുന്നവർക്ക് ഒരു കണക്കും കയ്യില്ലാതെ ഇഷ്ടം പോലെ വരിക്കോരി നൽകും എന്നൊക്കെയാണ് ആയത്. തഖദ്ദമ അനഫി ഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫി സിൽമി കാഫ, നിങ്ങൾ സിൽമിൽ പൂർണ്ണമായി കടന്നു വരിക എന്നുള്ള നേരത്തെ പറഞ്ഞ ആയത്തിൽ രണ്ട് വ്യാഖ്യാനമുണ്ടെന്ന് നേരത്തെ പറഞ്ഞതാണ്. അഹദുഹുമ അന്നൽ മുറാദു ബില്ലദീന ആമനൂ അഹ്ലുൽ കിതാബ്, വിശ്വാസികളെ എന്ന് പറഞ്ഞ ആ വിശ്വാസികൾ വേദക്കാരാണ് എന്നൊരു വ്യാഖ്യാനം. അതായത് അവര് ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരോടാണത് എന്നൊരു വ്യാഖ്യാനം. സാനിഹിമാനൽ മുഖാത്തബ് ബിഹാ മിനൂൻ മിനൽ മുസ്ലിമീൻ, രണ്ടാമത്തത് മുസ്ലിമീങ്ങളായ ആൾക്കാർ തന്നെയാണ് അവിടുത്തെ അഡ്രസ്സി എന്നുള്ള മറ്റൊരു വ്യാഖ്യാനം. അപ്പോ ഖൗലു അസ്സ വജൽ സൽ ബനി ഇസ്രായീൽ കമാ ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന എന്ന് പറയുമ്പോൾ ലാഹിറുൻ അലാ കിൽ വജ്ഹൈൻ, ഈ രണ്ട് വ്യാഖ്യാന പ്രകാരവും ഈ ബനി ഇസ്രായേലിനോട് നിങ്ങൾ ചോദിക്കുക എന്നുള്ളത് ലാഹിറാണ്, തെറ്റാണ്. ഫഹുവൽ അവൽ ബയാനുൽ ലിഹഖീഖത്തി ഹാലിഹിം, ആദ്യത്തെ വ്യാഖ്യാന പ്രകാരം അത് അവരുടെ ഹാല് എന്താണെന്നുള്ളത് വ്യക്തമായും വിശദീകരിക്കുന്ന ഒരു പരാമർശമാണ്. വലലായാത്തിൻ നുദുറ ലാ തുർജിഹും ദലാലിഹിം, അതേ സമയത്ത് എത്ര ദൃഷ്ടാന്തങ്ങളും എത്ര മുന്നറിയിപ്പുകളും താക്കീതുകളും കൊടുത്താലും അവരുടെ വഴികളിൽ നിന്ന് അന്ന് അവരെ മടക്കി കൊണ്ടുവരുന്നില്ല എന്നുമാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ നിഷേധവും തർക്കമായിട്ട് അവരങ്ങനെ തുടർന്നു പോയാൽ സലാമിലേക്ക് അഥവാ ഇസ്ലാമിന്റെ സമാധാന പാതയിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് അതിനുള്ള ദാവത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയാൽ വലൈസദാലിക ബിദഅമിൻഹും, അതൊരു പുതിയ കാര്യമല്ല, അവരാദ്യം നടപ്പാക്കുന്ന ഒരു സംഗതിയല്ല. വല ദലീലൻ അലാനൽ ഇസ്ലാം വൈറു ബയ്യിനില്ലഹും, ഇസ്ലാം അവർക്ക് വ്യക്തമായിട്ടില്ല, അതുകൊണ്ടാണ് അവർ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് എന്നും അത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു തെളിവില്ല. കാരണം അവർക്ക് വന്ന അമ്പിയാക്കള് എന്നാൽ റസൂൽ പറഞ്ഞല്ലോ, ബനീ ഇസ്രായേൽക്കാർക്ക് നിരന്തരമായ നബിമാർ വന്നുകൊണ്ടിരുന്നു. കാലത്ത് ബനു ഇസ്രായേൽ തസ്സൂസുമിൽ അമ്പിയാകും, കുല്ലമ ഹലക്ക നബിയുൻ ഖലഫഹു നബിയുൻ, ബനു ഇസ്രായേൽക്കാർ നയിക്കാൻ അമ്പിയാക്കൾ ഉണ്ടായിരുന്നു. ഓരോ നബിയും മരിച്ചു പോകുമ്പോൾ തൊട്ട് പിന്നാലെ അടുത്ത നബി വരും, ആ നിൽക്കാണ്. അവിടെ അമ്പിയ എന്നുണ്ട്. അപ്പൊ എത്ര വ്യക്തമായ ആയത്തുകളുമായിട്ടാണ് അവരുടെ അമ്പിയാക്കൾ അവരെ സമീപിച്ചത്. വക്കം ബലാഹുമുല്ലാഹു തആല ബിൽ ഹസനാത്ത് വസയ്യാത്ത്, നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും നൽകിക്കൊണ്ട് എത്രമാത്രമാണ് അള്ളാഹു അവർക്ക് പരീക്ഷണം ഏർപ്പെടുത്തിയത്. പക്ഷെ വലം യുഗ്നി ദാലികാൻഹും, അതൊന്നും അവർക്കൊരു ഉപകാരം ചെയ്തില്ല. വല സദ്ദഹും മിൻ ഖിലാഫിഹിം വശിഖാഖിഹിം, പരസ്പരമുള്ള ഭിന്നതയിൽ നിന്ന് തർക്കത്തിൽ നിന്ന് അവരതൊന്നും തടഞ്ഞുമില്ല. ബൽ ബദ്ദലല്ലദീന കഫറു മിൻഹും ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, മറിച്ച് അവരുടെ നിഷേധികളായ അവരുടെ കൂട്ടത്തിലെ ആൾക്കാർ ഖൗലിനെ മാറ്റി. എന്താക്കി മാറ്റി? എന്താണ് അവരോട് പറഞ്ഞത് അതല്ലാത്തതാക്കി മാറ്റി. അള്ളാഹ് പറഞ്ഞ അല്ലാത്തതാക്കി അവർ മാറ്റി, അവർക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം കൊടുത്തു, കോലം മാറ്റി, ഭേദഗതി വരുത്തി. ബദ്ദലു നിഅമത്തുല്ലാഹി കുഫ്റൻ, അള്ളാഹു നിയമത്തായി കൊടുത്ത കാര്യം അവർ മാറ്റി കുഫ്റാക്കി എന്നുള്ളതാണ്. യുബദ്ദിൽ നിഅമത്തുല്ലാഹ് അല്ലെങ്കിൽ ആയാത്തി ദാലാലൽ ഹഖ്, അള്ളാഹു തനിക്ക് നൽകിയ നിയമത്തിന് ആരെങ്കിലും ഭേദഗതിപ്പെടുത്തിയാൽ, കോലം മാറ്റിയാൽ, എന്താണ് ആ നിയമത്ത്? സത്യത്തെ അറിയിക്കുന്ന ആയത്തുകളാണ്. അത് അവൻ കോലം മാറ്റിയാൽ. വൽ വഹദ ദാഇ അലി ശുക്ർ, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് വിളിക്കുന്ന ആ വഹദത്തിന്റെ ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുന്ന ആ സംഗതി, അതൊരുത്തം കോലം മാറ്റിയാൽ. ഇംബാരിമാ ജാഅത്തുൽ ബയാൻ, അവനത് വ്യക്തമായി വന്നു കിട്ടിയ ശേഷം, ബയാനോടുകൂടി വന്നു കിട്ടിയ ശേഷം ആരെങ്കിലും കോലം മാറ്റിയാൽ. ഉബരിഹത് ബിൽ ബുർഹാൻ, വളരെ വ്യക്തമായ രീതിയിൽ, ഉബരിഹ എന്ന് പറഞ്ഞാല് പിന്നെ അത് പ്രകടിപ്പിക്കുക. ബർഹന എന്നാൽ വളരെ പരസ്യമായി കാണിച്ചു, അതാണ് ബുർഹാൻ എന്നുള്ള വാക്കിൽ നിന്ന്. ഒരു ഒളിമറയില്ലാതെ കാണിച്ചു കൊടുക്കും. അപ്പൊ ആ നിലക്ക് വ്യക്തമായും കാണിച്ചു കൊടുക്കപ്പെട്ടതിൽ നിന്ന് അവർ പിന്മാറിയാണ്. എങ്ങനെ പിന്മാറുന്നത്? ഭിന്നതക്കുള്ള തർക്കത്തിനുള്ള ഒരു വേദിയാക്കി അതിനെ മാറ്റിക്കൊണ്ട്.
വജാലിൽ ഉമ്മത്തി ഷിയാൻ വഹ്സാബൻ വമദാഹിബ വഫിറഖൻ. ഒരൊറ്റ ഉമ്മത്തിനെ വ്യത്യസ്ത ഷിയകളായി, കക്ഷികളായി, പാർട്ടികളായി, മദ്ഹബുകളായി, വിഭാഗങ്ങളായി മാറ്റിയാൽ എങ്ങനെ? ബിസുവിൽ ദുർവ്യാഖ്യാനങ്ങളാലും രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും ഒക്കെ പക്ഷപാതിത്വങ്ങൾ കാരണത്താലും ആൾക്കാരെ ഭിന്നിപ്പിച്ച് പല കോലത്തിലാക്കിയാൽ മനസ്സിലാക്കണം, അവരൊക്കെ അള്ളാഹു തആല ശക്തമായ ശിക്ഷ നടപ്പാക്കുന്നവനാണ്. ആരോട് ശിക്ഷ? ലിമൻ തനക്കബ സുന്നത, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളോട് മുത്തനക്കിബായ, അതിനോട് വിമുഖത കാണിക്കുന്ന ആൾക്കാർ. വഖാലഫ ശിർഅത, ശരീഅത്തിന്റെ മറ്റൊരു വാക്കാണ് ശിർഅത്ത്. ഖുർആനിൽ ലികുല്ലി ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ എന്നാണ്. ആ ശിർഅത്ത് ബികസ്രി ഷീൻ വസുകൂനി റ, ശിർഅത്ത്. അപ്പൊ അള്ളാഹുവിന്റെ ശിർഅത്തിനോട്, നിയമ വ്യവസ്ഥയോട് എതിര് നിൽക്കുന്ന ആൾക്കാർ അള്ളാഹുവിന്റെ ശിക്ഷ ശദീദായിട്ടുണ്ടാവും. വഹാഉലാഇൽ മുബദ്ദിലൂന മിൻഹും, ഈ കോലം മാറ്റുന്ന ആൾക്കാരും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നിറങ്ങും. നാസിലുൻ ബിഹിം ലാ മുഹാലത്ത എന്ന് പറയാം. ലാ മുഹാലത്ത അടക്ക് വെച്ചാണ്, അവർക്ക് വന്നിറങ്ങും, സംശയമില്ല. വലം യഖുൽ ഫഇന്നല്ലാഹ യുആഖിബുഹും, അവിടെ അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് ശിക്ഷ വന്നിറങ്ങും എന്നാ പറഞ്ഞത്. ലിയുശ്ഇറനാ ബിഅന്ന ഹാദാ മിൻ സുനനിഹിൽ ആമ, അള്ളാഹ് ശിക്ഷിക്കുക എന്നുള്ളൊരു സംഗതി വേണ്ട. ഈ പണി ചെയ്താൽ ശിക്ഷ അവർക്ക് വരാനുള്ളത് അള്ളാഹിന്റെ ഒരു നടപടിക്രമമാണ്. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ആൾക്കാണ് നസല അല്ലെങ്കിൽ നാസിൽ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹു നമ്മളെ താക്കീത് ചെയ്യാണ്, നമ്മൾ ആയിത്തീരുന്നതിൽ നിന്ന് മിനൽ മുഖാലിഫീൻ അൽ മുബദ്ദിലീൻ, ഇങ്ങനെ എതിരെ നിൽക്കുന്നവരും കോലം മാറ്റുന്ന ഭേദഗതി വരുത്തുന്നവരും ഒക്കെ ആയ ആളുകളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹു നമുക്ക് തഹ്‌ദീർ തരികയാണ്. തവഹുമൻ അനൽ ഇഖാബ ഖാസ്സുൻ ബിബഅദിൽ ഗാബിരീൻ, എന്ത് നിലക്ക്? ഇതൊക്കെ കഴിഞ്ഞു പോയത് സമുദായത്തിന് മാത്രമുള്ളതാണ് ശിക്ഷ എന്ന് വിചാരിച്ചുകൊണ്ട്, നമുക്കൊന്നും ബാധകമല്ല, പണ്ടുള്ള പോലെ കഥ പറഞ്ഞതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഖിലാഫും തബ്ദീലും വരുത്തുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്നുള്ള താക്കീത് തരാണ്. കമാ യൽഹു കസീറുൻ മിനൽ ജാഹിലീൻ, ശിക്ഷന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത് നമുക്കല്ല വേറെ ആർക്കാണ് എന്നാണ് പല ആൾക്കാരും ലഘുവായി പിഴവായി വിചാരിക്കാറുള്ളത്. ആ പിഴവ് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർക്ക് വരുന്നതെന്നുള്ളത്. فأنت ترى أن هذه الجملة في معنى قوله فإن زللتم بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ബയ്യനാത്ത് വ്യക്തമായി വന്നു കിട്ടിയ ശേഷവും, സുവ്യക്തമായ അധ്യാപനങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയ ശേഷവും നിങ്ങൾ ശരിപ്പായിപ്പോയി, ഇടറിപ്പോയാൽ, തെറ്റിപ്പോയാൽ നിങ്ങൾ മനസ്സിലായിക്കോളാം അള്ളാഹു അസീസാണ്, ഹക്കീമാണ് എന്ന് പറഞ്ഞതിനർത്ഥം അത് തന്നെയാണ് ഇവിടെ 250-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ ബയ്യനാത്തും ആയത്തും വന്നു കിട്ടിയ ശേഷം എന്ന ഒരു കൈദ്, ആ ഒരു കണ്ടീഷൻ പറഞ്ഞ എന്തിനാ? അത് ദലീലുൻ അലാ അന്ന മൻ ലം തബ്ലുഗു ദഅവ സഹിഹ ബിൽ ബയ്യിന വദ്ദലീൽ ലാ യുഖാതബ് ബിഹാദൽ വഈദ്. വ്യക്തമായ തെളിവും ബോധ്യവും വരാവുന്ന രീതിയിലുള്ള ശരിയായ ഒരു ദഅവത്ത് കിട്ടിയിട്ടില്ലാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ ഒരു താക്കീത് അതേപോലെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള തെളിവാണത്. അപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ എന്നുള്ളത് ശിക്ഷയുടെയും രക്ഷയുടെയും വഴികൾ കണ്ടെത്താനുള്ള അവസ്ഥ ഉണ്ടായ ആളുടെ കാര്യത്തിലേ ഉള്ളൂ. അത് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കുക എന്നുള്ള അന്യായം അള്ളാഹു ചെയ്യില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെ ആൾക്ക് മതി. ഒക്കെ ഇവലായാലും അതുകൊണ്ട് ആൾക്ക് വിവരമില്ലാത്തൊരു കാര്യം, അറിയാത്തൊരു കാര്യം ചെയ്യാൻ അയാളോട് എങ്ങനെ ആവശ്യപ്പെടും അള്ളാഹു? അതുണ്ടാവില്ല. ബിജാലിമൻ മാമൻ ആനദൽ ഹഖ മിൻ ബഅദി ളുഹൂരിഹി ലഹു ഫീ പറഞ്ഞു. സത്യം ശരിക്കും മനസ്സിലായിട്ട്, ബോധ്യമായിട്ട്, ലാഹിറായിട്ട് അതിനോട് മുഹാനത കാണിക്കുന്ന, മുഖാലഫ കാണിക്കുന്ന, എതിര് കാണിക്കുന്ന ഒരാളുടെ കൂടെ അറിയാത്ത, വിവരമില്ലാത്ത ഒരാളെ ആക്കുക എന്നുള്ളത് ഫീ കിർണനാൽ ഖരീനായിട്ട് സമമായിട്ട് വെക്കുക എന്നുള്ളത് എങ്ങനെ ഉണ്ടാവും? അത് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഇമ്പാലിമാ ജാഅത്തുൽ ബയ്യിനാത്തുള്ളത് വ്യക്തമായ ദഅവത്ത് കിട്ടിയവന് മാത്രമേ ഉള്ളൂ തക്ലീഫ്, ശിക്ഷാരക്ഷകൾ എന്നൊക്കെ പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. ഹിദായ അയ്മൻ, ഈ ആയത്തിൽ വേറെയും ഒരു ഹിദായത്തുണ്ട്. എന്താ? ബയാൻ അമറിന്റെ അളീം വലിയൊരു കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് അവിടെ ഈ ഹിദായത്തിന്റെ ഭാഗമായിട്ട്. ആ വലിയ പ്രധാന കാര്യം പല ബുദ്ധിമാന്മാർക്കും ആലിമീങ്ങൾക്കും പോലും
മനസ്സിലാവാറ്, അല്ലെങ്കിൽ അവർ അതിന്റെ കാര്യത്തിൽ അശ്രദ്ധരായി നിൽക്കുന്നു. ഓഹോ, എന്താണ് ആ കാര്യം? അന്നൽ ആയാത്തി വൽ ബയ്യിനാത്തി ഇന്നമാ തുഫീദു നുഫൂസ് അൽ ഖയ്റ അൽ മുസ്തഇദ്ദ ലിഖബൂലിൽ ഹഖ്. അള്ളാഹുവിന്റെ ആയത്തുകൾ, ബയ്യിനത്തുകൾ എന്നുള്ളത് അത് സ്വമേധയാ ബയ്യിനത്താണ്, ആയത്താണൊക്കെ ശരി. പക്ഷേ അതിന്റെ ഫായിദ കിട്ടുക ആർക്കാണ്? സത്യത്തെ വലിക്കാൻ, ഉൾക്കൊള്ളാൻ സന്നദ്ധരായി സജ്ജരായി നിൽക്കുന്ന സുമനസ്സുകളായ നുഫൂസുൽ ഹൈറായിട്ടുള്ള നഫ്സുകൾ, ആ നഫ്സുകൾക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുള്ളൂ എന്നുള്ള. അപ്പൊ സത്യമാണല്ലോ എന്നുള്ളതുകൊണ്ട് എല്ലാവരും കൽബിലേക്ക് വന്ന് പാഞ്ഞു കയറൂല. സത്യം ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ഹൃദയവുമായിട്ട് ഈ ജീവിക്കണം. അൽ മുത്തവജ്ജിഹ ഇല തലബി, സത്യത്തെ തേടാൻ വേണ്ടി പറഞ്ഞടക്കുന്ന നഫ്സായിരിക്കണം. അമൻ നുഫൂസുൽ ഖബീസ അല്ലത്തി യഫ്ളഹു അൽ ഹഖ് വയദ്ഹറു ബാത്തിലുഹ അല്ലതി തുഹിബ്ബു സത്രഹു. എന്നാൽ അതേ സമയത്ത് മോശം മനസ്സുകളുണ്ട്, നഫ്സുൽ ഖബീസ, വൃത്തികെട്ട നഫ്സുകൾ, അല്ലത്തി യഫ്ളഹു അൽ ഹഖ്, അത്തരം നഫ്സുകളെ വഷളാക്കും ഹഖ്, വയദ്ഹറു ബാത്തിലഹ അല്ലതി തുഹിബ്ബു സത്രഹു, അതിന്റെ അസത്യത്തെ, അതിന്റെ ബാത്തിലിനെ ഈ ഹക്ക് വെളിപ്പെടുത്തും, ഇത് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ നിലകൊള്ളുന്ന ലതത്തിലൂടെ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലതത്തിലൂടെ അങ്ങനെ മുസ്തർസിലായി. മുസ്തർസിൽ എന്ന് പറഞ്ഞാൽ ഒരു തടവില്ലാതെ അങ്ങനെ അഴിഞ്ഞു മുന്നോട്ട് പോകുക, ആ പോകുന്ന പോക്ക് പോകും. അതുപോലെ യഥാർത്ഥമായ പദവി, ദുനിയാവിന് കുറച്ച് സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടാവും, ബാത്തിലായ പദവിയാണ്. ആ ജാഹുമായിട്ട് ഇങ്ങനെ, ആ ലതത്തുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്ന നയം സ്വീകരിക്കുന്ന ഹബീസായ നഫ്സുകളുണ്ട്. ഫൈനൽ ആയാത്തി വൽ ബയ്യിനാത്തി ലാ തസീദുഹ ഇല്ലാ മുമാറാത്തൻ വജദലൻ ഫിൽ ഖൗൽ. അത്തരം നഫ്സുകൾക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ ബയ്യിനത്തുകൾ തർക്കമല്ലാതെ ഒന്നും വർദ്ധിപ്പിച്ചു കൊടുക്കൂല എന്നാണ്. വെച്ചാൽ അവരോട് പറയുന്നിടത്തോളം അവർ തർക്കിക്കും, എന്തു പറഞ്ഞാലും ഒരു ഗുണം ഉണ്ടാവില്ല, തർക്കം മാത്രമേ ഈ ആയത്തുകൾ അവരിൽ വർദ്ധിപ്പിക്കുള്ളൂ. ജുഹൂദൻ വൈനാദൻ ബിൻ ഫിഅൽ, ഖൗലിൽ തർക്കം, ഫിഅലിൽ നിഷേധം, ഇതാണ് ഉണ്ടാവുക. അപ്പൊ പ്രവൃത്തിയിൽ കടുത്ത നിഷേധം, എതിർപ്പ്, വാക്കിലാണെങ്കിൽ വെറും തർക്കം. ഇത് മാത്രമേ അത്തരം നഫ്സുകളുടെ ഉടമകൾക്ക് ഉണ്ടാവുള്ളൂ. ഹാദിഹി സുന്നത്തുല്ലാഹി തആല ഫിൽ ബശരി അമ്മ, മനുഷ്യകുലത്തിൽ മൊത്തം അള്ളാഹു നടത്തി വരുത്തുന്ന അള്ളാഹുവിന്റെ നടപടിക്രമം ആണിത്. ലാഫി ബനി ഇസ്രായേൽ ഖാസ, ഇത് ബനി ഇസ്രായേലിന് മാത്രമുള്ള വിഷയമല്ല. കദാലിക കാൻ വകദാലിക യകൂൻ വസയകൂൻ വസൗഫ യകൂൻ ഇല്ലാ മാഷാ അല്ലാഹ്. ഇങ്ങനെയാണ് പണ്ടുണ്ടായത്, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, ഇനിയും ഉണ്ടാവുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലത്തോളം അത് തന്നെയാണ് ഉണ്ടാകാൻ പോവുക. ഈ ഒരു കാര്യം ആലിമീങ്ങളും ദക്കീങ്ങളും പോലും പലപ്പോഴും വിസ്മരിച്ചു പോവുകയാണ് എന്നാണ് റഷീദുള്ള പറയുന്നത്. ഓക്കെ, നമുക്ക് അവിടെ വെക്കാം.